ഹലോ ഗൈസ്, ഇത് എൻ്റെ റോബ്ലോക്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഗെയിമിൻ്റെ പേര് ബാരീസ് ക്രിസ്മസ് ഗെയിം. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ വേണം കളിക്കാം. അപ്പം എൻ്റെ മൊബൈലിന് ഈ കൺട്രോളിന് ചെറിയ പ്രശ്നമുള്ള കാരണം ചാടാൻ നേരത്തൊക്കെ ഇച്ചിരി പാടാണ്. അതാണ് ഞാൻ വീഴുന്നത്. അപ്പം ഈ വീഡിയോയ്ക്ക് മാക്സിമം ഒരു 20 ലൈക്കും 5 സബ്സ്ക്രൈബും വേണം. അപ്പോൾ കളിക്കാൻ തുടങ്ങും. ഞാൻ അവിടുന്ന് കയറി വന്നായിരുന്നു. ആ റെക്കോർഡ് ഡിലീറ്റ് ആയിപ്പോയി. ഇനി നമ്മൾ ഈ സാധനം നോക്കണം. ഇതിൻ്റെ ഹാർഡ് മോഡ് ഉണ്ട്, അതായത് ഞാൻ കളിക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് റോബോട്ടിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഒരു സ്റ്റീൽ ഗാറ്റ് എന്നൊരു പൂച്ചയുടെ പ്രശ്നമുണ്ട്, അവിടുന്ന് എസ്കേപ്പ് ആകാൻ നോക്കാം. ചാടണേനും പ്രശ്നമുണ്ട്. അയ്യോ, ചാടാൻ പറ്റണ്ടില്ലേ? എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് സ്പാനർ എടുക്കണം. നമുക്ക് ഇവിടെ ചാടണം. നമ്മളൊരു സ്വിച്ച് ഓണാക്കണം. പോലീസുകാരൻ്റെ കൈ പിടി കിട്ടാത്ത രീതി വേണം ഓടാൻ. എന്തോ എൻ്റെ തലവേദനയൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ കയറാൻ ഇച്ചിരി പാടുപെടുമായിരിക്കും. രക്ഷപ്പെട്ടു. ചാടാനായിട്ട് ചെറിയ പ്രശ്നമുള്ള കാരണം നിലത്തേക്ക് വീഴുന്നു ഓർത്ത്. അപ്പം ഇനി ഇവിടെ എടുത്ത് ചാടണം. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഇതെടുക്കണം, ഷവല്. എന്നിട്ട് ഇതിവിടെ റൂമിൽ അടിയിൽ കൂടെ കാണാം. ഷവല് വെച്ച് കുത്തണം. അപ്പോൾ നമ്മൾ ഭൂമിയുടെ അടിയിലുള്ള ഏതൊരു സ്ഥലത്തെത്തി. ഇതിലൂടെ പാർക്കോർ ചെയ്ത് പോകണം. സെക്കൻഡ് ട്രൈ വീഴത്തില്ലെന്ന് തോന്നുന്നു. കരുനാക്ക. അയ്യോ അയ്യോ, ഇവിടെ ഏറ്റവും അറ്റത്ത് വന്നിട്ടുണ്ട്. ക്ഷീണമുണ്ട്. കരിഞ്ഞു പോകുന്നു, ശബ്ദം കേൾക്കും. ഇതിന് പാലം ചെമ്പി വേണം. ചെമ്പി വീട് പോകണം എൻ്റെ മൊബൈലിൽ. അപ്പം ഇത്തിരി കഷ്ടപ്പെടുമായിരിക്കും തോന്നുന്നു. ഇത് പൊട്ടിപ്പോവും ഇവിടെ. എന്തോ പൈസ സെക്കൻഡ് ട്രൈ കയറി. ഇതേ പോകാനൊക്കെ പോകും. ഇതും അത്യാവശ്യം എളുപ്പമാണ്. പക്ഷെ എളുപ്പത്തിൽ കാര്യം ചെയ്യാൻ നോക്കുക, അത് ചെയ്യണ്ട. അതേതാണ് വഴി ഇരുട്ടായിരുന്നു. അത് വരുമെന്ന് നടക്കും. അടുത്തേക്ക് പോയി ഒരു ഏണി ഉണ്ടായിരിക്കും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇവിടെ പോയിക്കാനുണ്ട്. ഇവിടെ ഇവൻ കാണാൻ കഴിയില്ല. വെട്ടിച്ച് നമ്മൾ ഈ സാധനം ഓൺ ആക്കിയിട്ട് പോകുന്നു. ഇവിടെ ഭയങ്കര സാധ്യത കൂടുതലുള്ള പിടിക്കാനുണ്ട്. ഇനി ഇവിടെ ഒരു പൊട്ടിയ സ്റ്റെപ്പുണ്ട്. എൻ്റെ മൊബൈൽ വേഗം ഒരു ലാഭമുണ്ട്. അത് എന്താണെന്നറിയില്ല. ആ സൈഡിൽ കൂടെ വരത്തുള്ളൂ. ഇങ്ങനെ വെട്ടിച്ച് പോകുന്നു. ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ലാഭ വീഴുന്നു, ശബ്ദം കേൾക്കും. അയ്യോ, ചാടാൻ പറ്റണില്ലേ? ഞാൻ എൻ്റെ സൗണ്ട് ഒന്ന്
ഓഫാക്കി വെച്ചിട്ട് ഞാൻ അല്ല ഓഫ്ലൈനിൽ ഒന്ന് കളിച്ച് നമുക്ക് ഇത് ജയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് എത്തുവാണ് ഞങ്ങളെ അറിയിക്കാം. അല്ലെങ്കിൽ ഈ ട്രൈ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ നോക്കാം. അങ്ങനെ നോക്കട്ടെ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ട്രൈ തന്നെ ഞാൻ ജയിച്ചു. പുറത്തെത്തി ഇതിലൂടെ കയറി ഇത് നമ്മൾ ട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതൊന്നും ഒരിക്കലും ഞെട്ടില്ല. ഇരുന്ന് നോക്കാം. അവിടെ നിൽക്കും. അവിടെ നിന്ന് നമ്മളെന്താ ഈ സോഡ കുടിച്ചിട്ട് പോകും. കഴിഞ്ഞ ഇതെടുത്ത് അറിയാതെ റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ വെക്കും. ഇവിടെ എനിക്ക് ചെറിയ ചാടുന്നതിന് പ്രശ്നമുള്ള മൊബൈലിന് ഇപ്പം വീണു. ഇതും കുറേ പ്രാവശ്യം ചെയ്യുന്നതുകൊണ്ട് കിട്ടത്തില്ല. കണ്ണ പറഞ്ഞു ചെയ്യും. ഇതിൻ്റെ ഒരു സ്പൈഡർമാൻ്റെ ഒരു ഗെയിമുണ്ട്. അത് നമുക്ക് വല വിട്ടൊക്കെ പോകാൻ പറ്റും. ഇത് ഞാനിവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതെൻ്റെ ഭാഗ്യം. ഇതൊക്കെ ഞാൻ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇവിടെ എത്തത്തില്ല. എന്തെങ്കിലും സ്പെഷ്യൽ എവിടേക്ക് എന്നാണ് ഇപ്പോൾ രക്ഷപ്പെടുന്നത്. സാറേ ഞാനിപ്പോൾ അപ്പം ഇനി ഇങ്ങോട്ട് കാണണം. അയ്യോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൺഷൈൻ ഫാമിലി എന്നൊരു ചാനലുണ്ട്. അതിനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. ഞാൻ ഇടയ്ക്ക് മ്യൂട്ടാക്കിയത് ഒരു കുഴപ്പമുള്ളതാണ്. അത് ഇങ്ങോട്ട് കാടി സോഡയുടെ എഫക്റ്റ് പോയി. സോഡ ഉരുണ്ടു ഒന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എത്തി. അയ്യോ റീച്ച് ആവണില്ല. ലാഗാണ്. എത്ര പ്രാവശ്യം ഇപ്പം ചത്തൊന്നും എനിക്കറിയത്തില്ല. പോയി എത്തി നടന്നേക്കാൻ മതിയായിരുന്നു. ആൾക്കാരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും.
ഇതൊരു പാടാണ്. ഞാൻ ഓഫ്ലൈനിൽ ഇരുന്ന് കളിച്ച് അവിടെ എത്തുവാണെങ്കിൽ പറയാം. അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലൂടെ കയറി പോകാം. ഇവിടെ ഇതിലൂടെ ഇനി ഈ എണി കയറി പോയി കഴിയുമ്പോൾ എന്തോ ഇവിടെ ഒരു ലാഡർ വേണമെന്ന് പറഞ്ഞു. ഈ ഡോറ് തുറക്കണം ആദ്യം. ഇവിടെ ലാഡർ ഇരിക്കുന്നു. ഈ ലാഡർ അങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് എനിക്ക് കുറേ ലാഡർ കിട്ടും. കണക്കുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇച്ചിരി പാടാ. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതിവിടെ കയറി ചാടുന്നുണ്ട്. ഇവിടം വരെ എത്തി. തോക്കാൻ വയ്യ. അയ്യോ കറക്റ്റായിട്ട് വയ്ക്കാൻ പറ്റുന്നു. ഇത് പറ്റുന്നു. അയ്യോ എത്തണേ. ഒരു റൈമ നോക്കാം. എന്താ ഇത്? ചെറിയ എന്തോ പ്രശ്നമുണ്ട്. ഈ ലാഡറെ കയറുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇത് ചാടാൻ പറ്റുന്നില്ല. ഇതിലൂടെ ചാടാൻ പറ്റുന്നില്ലല്ലോ. ചാടി ഇവിടെ കയറി. ഇപ്പം ഇങ്ങോട്ട് കയറണം. ഇനിയാണ് കളി. ഇത് നല്ല പാടാണ് ചെയ്യാൻ. ഇത് ഞാൻ ചെയ്ത് ഇതിങ്ങനെ പോയിട്ട് അയ്യോ ഇതിലൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൂടി ചെയ്യണം. ഇനിയാണ് ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇതിലൂടെ കയറാം. ഇതിപ്പോൾ ഈ ശബ്ദം കാരണം കഴിഞ്ഞ റൗണ്ട് ജയിച്ചിട്ട് അവർ മറ്റേ ബോസിനെ കൊല്ലം തോക്ക് വെക്കും. ആ തോക്ക് വെച്ച് വെടി വയ്ക്കുന്നതാണ്. ഈ തത്ത് ചാടാൻ പറ്റണില്ല. പോയി തേർഡ് ട്രൈ. ഇനി ഇതിലൂടെ അയ്യോ പോയി. ഞാൻ അവിടെ എത്തിയത് തെന്നിപ്പോയി. അറിയില്ല. എത്തി അങ്ങോട്ട് എത്തി. ഇതിലൂടെ അയ്യോ ഇതിലൂടെ നടന്ന് അങ്ങോട്ട് കയറിയിട്ട് ഇവിടുന്ന് അയ്യോ ചത്തേ. ഞാൻ ഓഫ്ലൈനിൽ നിന്ന് ചെയ്തു. എന്താണെന്നറിയില്ല. ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് കളിക്കുകയാണെങ്കിൽ പറ്റുന്നില്ല. ഓഫ്ലൈനിൽ ഇരുന്ന് കളിക്കുകയാണെങ്കിൽ അപ്പോൾ എത്തും. ഇവിടെ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ നമ്മൾ ഈ ലീക്കാവുന്ന സാധനം ഓഫാക്കും. ഇനി അടി 2 എണ്ണം കൂടെ ഉണ്ട്. വേറെ പ്ലേയേഴ്സ് ഇതിലൂടെ നടക്കുന്നുണ്ട്. അയ്യോ ഇപ്പോൾ പോകുന്നു. ഇതിലൂടെ കയറിയിട്ട് ഇങ്ങോട്ട് ചാടി ഇത് നോക്കണം. പിന്നെ ഇത് പിന്നെ അവിടെ പിന്നെ അവിടെ ഉണ്ട്. അയ്യോ വീണു. അവിടെ തന്നെ വന്നോളൂ. ഇനി ഇതിലൂടെ ഇതിന് കറക്റ്റ് അങ്ങോട്ട് വേണം. എന്നിട്ട് ഇതിലൂടെ പോയി ചാണ് നല്ലത്. ഇതിലൂടെ പോകണം. എത്താൻ പറ്റുന്നില്ല. അവിടെ എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. റോബ്ലോക്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്.
20 ലൈക്ക് 5 സബ്സ്ക്രൈബും വേണം. കയറാൻ പോകുമ്പോൾ ഇങ്ങോട്ട് കയറുന്നു. അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു? ഇത് ഫൈറ്റുള്ള സ്ഥലമാണ്. അല്ലല്ലോ, ഇത് ചുമ്മായിരുന്നു. ചുമ്മാ ഇരിക്കണ്ടല്ലേ. ഇതിനകത്ത് വരുമ്പോൾ ചാവുന്നു. ജമ്പ് പറ്റുന്നില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി കാണാം. ഒരു ഗെയിമിൽ ചാടണ്ട, ചുമ്മാ അങ്ങ് പോയാൽ മതി. അയ്യോ, ഒരുമിച്ച് ചേർത്ത് അവിടെ എത്തി. ഇനി ഇത് തന്നെയാണ് ഇവിടെ പറ്റിയ എന്തൊരു കഷ്ടമാണ്. ഇവിടെ എനിക്ക് റീച്ച് ആവുന്നില്ല. അതെങ്ങനെ ചെയ്യുന്നു? അയ്യോ, ഏറ്റവും അറ്റത്ത് വീണിട്ട് ചാടണം. പാടാണ്. ഞാൻ ഓഫ്ലൈൻ ചെയ്യട്ടെ. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഈ ഏണി കയറി ഇങ്ങോട്ട് പോകണം. ഇതെന്താണെന്ന് എനിക്കറിയാം. ഇത് ഇനി ഇങ്ങനെ ചാടിപ്പോണം. ചാടി ഇതിനകത്ത് കയറണം. ഇനി ഇതിലൂടെ ചെല്ലുമ്പോൾ ഒരു ബോസ് ഫൈറ്റ് കാണാം. ബോസ് ഫൈറ്റ് ആണ് തോന്നുന്നു. ബോസ് ഫൈറ്റ്. ഇവിടുന്ന് ഒരു ഗണ്ണൊക്കെ എടുക്കണം. ഇത് ഗാരി എന്ന് പറയാൻ, ഗാരി ദ ഷെഫാണ് ഒരാളാണ്. കൊല്ലണം. ഇതാണ് എനിക്കൊരടി കിട്ടി. ഇതിൻ്റെ ശബ്ദമാണ് അപ്പോൾ കേട്ടത്. കുറേ ആൾക്കാർ ആ തുടക്കത്തിൽ വെച്ച് ചെയ്യാനുണ്ട്. ഇവിടെ ഞാൻ ഇച്ചിരി ദൂരം നടന്നിട്ട് അവിടെ തന്നെ ഉരുണ്ട് നോക്കുള്ളൂ. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഇനി ഇങ്ങോട്ട് കയറി പോകണം. ഇവിടുന്ന് മേളിൽ കയറിയിട്ട് ഇവിടെ ഇനി നമ്മൾ ഇവിടെ ലേസറുണ്ട്. അതെനിക്കറിയാം. ഞാൻ ഈ സൈഡ് വെച്ച് എപ്പോഴും പോകാറുള്ളൂ. ഇതിലൂടെ പോയാൽ എളുപ്പമായിട്ട് ഇരിക്കാം. ഇതിൻ്റെ മേളിൽ ചെന്ന് അപ്പോൾ ബോസ് ഫൈറ്റ് ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ കളിച്ച് കുറച്ച് ദിവസം മുമ്പ്, അപ്പോൾ അത് മറന്നുപോയി. ഇത് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആ പൂച്ചയുടെ ആയിരുന്നു തോന്നുന്നത്. ബോസ് ഫൈറ്റ് ഈ ഇത് എവിടെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിങ്ങോട്ട് കയറണം. ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ തന്നെയാണ്. ഇല്ല, ഇതിനകത്തൂടെ കയറി അവിടെ ജമ്പില്ലേ, ലാഡർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ലാഡറല്ല, എന്നാൽ മെറ്റൽ പ്ലാങ്കോ. അപ്പം ഇങ്ങോട്ട് കയറി ഇത് ഓരോന്നെടുത്ത് താഴത്തേക്ക് ഇടണം. 2 എണ്ണം മതി നമുക്ക്. 2 എണ്ണം എടുത്തിട്ട് അപ്പം ഞാൻ ഫ്രാങ്ക് വെച്ച് ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്താണ്. ഇത് നമ്മുടെ ബോസ് ഫൈറ്റാണ്. നമ്മൾ ബോസിനെ ഇങ്ങനെ അടിച്ചിട്ട് വരണം. അപ്പോൾ എല്ലാവരും ബോസിനെ കൊല്ലാൻ എനിക്ക് ലൈക്ക് തന്നു. അയ്യോ, എൻ്റെ കണ്ണ് കഴിഞ്ഞ് പോകാൻ പോയി. അയ്യോ, കണ്ണെടുത്ത്
അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടി. ഈ പൈസ എല്ലാം എടുത്താണ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആകാം. എസ്കേപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നു. ആ വണ്ടിയെ കയറി നമ്മൾ അങ്ങ് പോകണം. അങ്ങ് പോയിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് അങ്ങനെ തന്നെ ഉണ്ട്. അവിടുന്ന് നമ്മൾ ആ പെട്രോൾ അയ്യോ വണ്ടി കിടന്ന് വട്ടം കറങ്ങല്ലേ, ഞാൻ വണ്ടിയായിട്ട് ആ പെട്രോൾ പമ്പിൽ ചെന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ കാണാം. എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബോക്സ് കാണുന്നതാണ്. ആ ബോക്സിൻ്റെ മേളിൽ കയറി അതിലേക്ക് കയറണം. അപ്പം